സന്തോഷം കൊണ്ടേ ആയിരക്കണക്കിന് ആളുകൾ കരയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അത് തമിഴ്നാട്ടിലാണ്. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. പോകുന്ന വഴിക്കുള്ള മനോഹരമായ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് ഒരുമിച്ച് കാണാം. ബാക്കി അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയ ആ സ്ഥലം തമിഴ്നാട് ഗൂഡല്ലൂരിലുള്ള പാടന്തറ മർക്കസ്. ഇപ്പം നിലവിൽ 2000-ലധികം വധൂവരന്മാരെ ഇതിനു മുമ്പ് ഇവിടെ വിവാഹം ചെയ്ത് അയച്ചിട്ടുണ്ട്. ഞാൻ ഉസ്താദുമായിട്ട്, ദേവർഷോൽ ഉസ്താദുമായിട്ട് ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നു. അതിലേറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ആ 2000 വധൂവരന്മാരും ഇപ്പോഴും സന്തോഷിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ പോലും അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം വിവാഹമോചിതരായിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഇത്തവണ 850 വധൂവരന്മാരാണ് ഇവിടെ വിവാഹത്തിന് വേദി ഒരുങ്ങുന്നത്. അതിൽ നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരവരുടെ ആചാരങ്ങളും വിശ്വാസപ്രകാരമാണ് ഓരോരുത്തരും വിവാഹിതരാകുന്നത്. ശേഷം ഇവിടെ വെച്ചിട്ടാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക. അതിനുള്ള വലിയ പന്തലാണ് ഇവിടെ ഒരുങ്ങുന്നത്. സ്ത്രീകൾക്ക് വേറെ പന്തലുണ്ട്. തൊട്ടപ്പുറത്തന്നെ കാണുന്നത് സ്ത്രീകളുടെ പന്തലാണ്. വളരെ വിശാലമായ പന്തലാണ് ഒരുങ്ങുന്നത്. നാസറേ, ഈ 2 പന്തലും കൂടി എന്തായാലും ഒരു 50,000 മേലല്ലേ? 50-ന്റെ മേലാള് പോകും. അപ്പോ അതെ. പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിന് വരുന്ന എല്ലാവർക്കും ഭക്ഷണം ഇവിടെ ഒരുക്കുന്നുണ്ട്. എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പോവുക. എല്ലാ കുടുംബങ്ങളുടെയും ചെലവുകൾ ഈ സ്ഥാപനം തന്നെയാണ് വഹിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്ന ഒരു വിവാഹമാണ്. ലോകത്ത് ഒരിടത്തും ഇങ്ങനത്തെ ഒരു വിവാഹം നടന്നിട്ടുണ്ടാവില്ല, നടക്കാനിട്ട് പോണില്ല ഇവിടെ അല്ലാതെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും വിപുലമായ സൗകര്യങ്ങൾ പിന്നെ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെയിന്റടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ എന്തൊക്കെയാണോ ആ വീട്ടിൽ ചെയ്യാം, അത്രമാത്രമുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, വിവാഹത്തിന് വരിക, ഇതിൽ പങ്കെടുക്കുക. ഇത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. കാരണം ഒരുപാട് നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ കല്യാണമാണ്. 850 വധൂവരന്മാരൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാൻ ഇവിടെ വന്നാലല്ലാതെ വേറെ എവിടെ പോയാലേ പറ്റുക. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ മാറ്റിവെക്കുക. ഏപ്രിൽ 5-ാം തീയതിയാണ് വിവാഹം നടക്കുന്നത്. പിന്നെ നമുക്കറിയാലോ, ഇപ്പൊ ലോകം യുദ്ധത്തിന്റെ ഭീതിയിലാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക മാന്ദ്യം എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത ഇതിനൊക്കെ ഉണ്ട്. എല്ലാവർക്കും പിന്നെ വധുവിനും വരനും ഒക്കെ സഹായം നൽകിക്കൊണ്ടാണ് ഈ കല്യാണം നടക്കുന്നത്. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ട്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലോ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തോ നിങ്ങളുടെ പക്കലുള്ള ചെറുതോ വലുതുമായ സംഖ്യ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക.